ലൈവിൽ റാങ്കിങ് ടാസ്കിൻ്റെ ഇടയിൽ ഷാനവാസിൻ്റെ ഒരു ബ്രില്യൻറ്റ് ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ അനീഷ് സമ്മതിച്ചില്ല. അതായത് ഇത് ഇൻഡിവിജ്വലി റാങ്ക് ചെയ്യേണ്ട ഒരു ഗെയിമാണെങ്കിലും ഇത് അൾട്ടിമേറ്റ്ലി ഇവർക്ക് പണിപ്പേരിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് കൂടിയാണ്. അപ്പോൾ ഓൾറെഡി 3 പേർക്ക് അവിടെ ബാഡ്ജുണ്ട്. ബാഡ്ജ് കയ്യിലുള്ളവർക്ക് ഡ്രസ്സ് അവരുടെ കയ്യിൽ ഓൾറെഡി പെട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഡ്രസ്സ് കയ്യിലുണ്ട്. അപ്പോൾ അവർ പണിപ്പുരയിൽ പോകുവാണെങ്കിൽ അവർക്ക് അവിടുന്ന് എടുക്കാൻ കഴിയുന്നത് ഫുഡ് ഐറ്റംസും ബാക്കി ആക്സസറീസ് ആയിരിക്കും. പക്ഷേ ഇത് ബാഡ്ജ് കയ്യിലില്ലാത്ത ഒരാളാണ് പണിപ്പുരയിലേക്ക് പോകുന്നതെങ്കിൽ അവർക്ക് അവിടെ എല്ലാം കാണും. തുണി കാണും, ഡ്രസ്സ് കാണും, അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണും. അതുകൊണ്ട് തന്നെ പിക്ക് ചെയ്ത് നോക്കിയെടുക്കാൻ കുറച്ച് ടൈം അവിടെ വേസ്റ്റ് ആകും. അപ്പോൾ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കിട്ടുന്ന ആൾക്ക് 20 സെക്കൻഡും 15 സെക്കൻഡും വീതം പണിപ്പുരയിൽ കയറുമ്പോൾ അവർക്ക് ലഭിക്കും. അപ്പോൾ ബാഡ്ജ് കയ്യിലുള്ളവർ പോവുകയാണെങ്കിൽ മാക്സിമം ഫുഡ് ഐറ്റംസ് അവർക്ക് എടുക്കാൻ കഴിയും. കാരണം അവർ കയറുന്ന സമയത്ത് അവിടെ ഫുഡ് ഐറ്റംസും ആക്സസറീസും മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് അധികം സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ബാഡ്ജ് കയ്യിലുള്ളവർക്ക് കൊടുക്കണമെന്ന് ഷാനവാസ് പറയുന്നു. പക്ഷേ അവിടെയുള്ള 19 മത്സരാർത്ഥികൾ 18 മത്സരാർത്ഥികളും അത് സമ്മതിക്കുന്നു. പക്ഷേ അനീഷ് മാത്രം അത് സമ്മതിക്കുന്നില്ല. 1ാം സ്ഥാനത്തിന് ഞാൻ അർഹനാണ്, 1ാം സ്ഥാനത്തിന് ഞാൻ അർഹനാണ് എന്ന് തന്നെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അനീഷ് ചെയ്യുന്നത് ചിലപ്പോൾ ശരിയാണ് എന്ന് ചിന്തിച്ചിരിക്കാം. കാരണം 1ാം സ്ഥാനത്തിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക എന്നതാണ് അവിടെ ചെയ്യേണ്ട ടാസ്ക്. എങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഈ ഒരു ഗെയിമിൽ വിജയിക്കുക എങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ കയറി കൂടുക തന്നെ വേണം. ഇങ്ങനെ വെറുപ്പിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുക എന്ന് അനീഷ് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഒരാക്ടിവിറ്റിയിലും അനീഷ് സഹകരിക്കുന്നില്ല. ഫുഡെന്ന് പറയുന്ന സാധനം അനീഷിനും അവിടെ ഉപകാരമുള്ളതാണ്. എന്ത് ഗെയിമാണെന്ന് പറഞ്ഞാലും ഇത് ഒരു ചെറിയൊരു വെറുപ്പിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എന്താണെങ്കിലും ഇത് അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി. അത് അദ്ദേഹം അതുപോലെ തന്നെ കളിക്കട്ടെ. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.